നമസ്കാരം. 2022 സെപ്റ്റംബർ 28-നായിരുന്നു കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും അനുബന്ധ സംഘടനകളെയും നിരോധിച്ചത്. നിരോധന ഉത്തരവിൽ PFIക്കെതിരെ നിരത്തിയിരുന്നത് അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ആയിരുന്നു. PFI നിരോധനത്തിന് ശേഷം NIAയും EDയും SDPIയെ വിടാതെ പിന്തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി SDPI ഓഫീസുകളിൽ ED നടത്തിയ പരിശോധനകളുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിദേശത്ത് നിന്ന് നിയമവിരുദ്ധമായി കോടികൾ ആണ് PFI പിരിച്ചെടുത്തത്. 2009 മെയ് മുതൽ 2022 മെയ് വരെയുള്ള കാലയളവിൽ 29 അക്കൗണ്ടുകളിൽ ആയി 262 കോടി രൂപയാണ് നിക്ഷേപമായി വന്നിട്ടുള്ളത്. ഇതിൽ 32 കോടിയോളം രൂപ പണമായി നിക്ഷേപിച്ചു. ആരുടേത് എന്ന് വ്യക്തമാക്കാത്ത സംശയാസ്പദമായ ഒട്ടേറെ അക്കൗണ്ടുകളിൽ നിന്നും പണം സ്വീകരിച്ചിട്ടുമുണ്ട്. ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത് എന്നും ED വിലയിരുത്തുന്നു. ചാരിറ്റിയുടെ മറവിൽ പണം കൈമാറ്റം നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പല വ്യക്തികൾക്കും സഹായം എന്ന രീതിയിൽ നിക്ഷേപിച്ച തുക പിന്നീട് PFI അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല വ്യക്തികളുടെയും അക്കൗണ്ടുകൾ പണം വിദേശത്ത് നിന്ന് കൈമാറുന്നതിന് വേണ്ടി PFI ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്ത് ധനസമാഹരണം അടക്കമുള്ള പ്രവർത്തികൾക്കായി പ്രത്യേകം ആളുകളെ നിയോഗിച്ചിരുന്നു. അങ്ങനെ ലഭിക്കുന്ന പണം ഇവരാണ് ഇന്ത്യയിലേക്ക് കടത്തുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. SDPI PFIയുടെ രാഷ്ട്രീയ മുഖം ആണ് എന്നും ആശയപ്രചരണത്തിനും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും PFIയുടെ ഫണ്ടോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് SDPI എന്നും ED ആവർത്തിക്കുന്നുമുണ്ട്. SDPIക്ക് ED കുരുക്കുമുറുക്കുന്നു എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ മിഥുൻ വിജയകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജോമോൻ ചക്കാലക്കൽ, BJP നേതാവ്, ശ്രീ സക്കറിയ ജോർജ്, റിട്ടയേർഡ് SP, ഒപ്പം ശ്രീ മുഹമ്മദ് ഷമീർ K, SDPI നേതാവ് എന്നിവർ ആണ്. ആദ്യം ശ്രീ ജോമോൻ, ഇപ്പോൾ EDയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതീവ ഗുരുതരമായ സൂചനകൾ ആണ്, കണ്ടെത്തലുകൾ ആണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് നിരോധനം നടപ്പിലാക്കിയത്. ഇപ്പോഴിതാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ ആശയങ്ങളടക്കം പങ്കുവയ്ക്കുന്ന സംഘടനയാണ് SDPI എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. SDPIയെ നിരോധിക്കേണ്ട സാഹചര്യത്തിലേക്കാണോ എത്തുന്നത്? അങ്ങനെ ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അഭിലാഷേ, ഞാൻ ഈ വിഷയം ഏറെ ഗൗരവമായിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്. കാരണം ഇത് കേവലം ഒരു SDPI PFI എന്ന് പറഞ്ഞ് നമുക്ക് ഒതുക്കേണ്ട ഒരു വിഷയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഒരു ട്രെയിനിനെ, അവിടെ തന്നെയുള്ള ഒരു തീവ്രവാദി, ഒരു ജിഹാദി സംഘടന ആ ട്രെയിനിനെ അട്ടിമറിക്കുന്നു. ഇപ്പോൾ തന്നെ അവിടുത്തെ നിലവിലുള്ള സർക്കാരിനെ അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതൊക്കെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് നമ്മൾ തിരിക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഒരുപക്ഷെ 2014 ഇവിടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നാളുകളിൽ അതിവിദൂരമല്ലാതെ നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ, പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ അതാ ഒരു അട്ടിമറി നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിലേക്ക് പോകുന്ന ട്രെയിൻ അട്ടിമറി നടന്നിരിക്കുന്നു, ഇവിടുത്തെ ഞങ്ങൾക്ക് ഇവിടെ ഒരു രാജ്യം വേണമെന്ന് പറയുന്ന, ഞങ്ങൾക്ക് ഇവിടെ ഒരു സംസ്ഥാനം വേണമെന്ന് പറയുന്ന നിലവാരത്തിലേക്കൊക്കെ ഈ വിഷയങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ അതീവ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കണം. ഇവിടെ ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ ചോദിച്ചാൽ ഇവിടെ SDPIയുടെ പ്രതി പറയും PFI ആയിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. അങ്ങനെയൊക്കെയാണ് ഇനി സംസാരിച്ചത്. തുടക്കമാണല്ലോ ചർച്ചയുടെ. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ PFI ഞങ്ങൾക്ക് അറിയുക പോലുമില്ല എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ചർച്ച നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ്. അങ്ങനെ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തും. അഭിലാഷേ, ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ നമ്മൾ സിറിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകണം. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ
ഇതിനകം ഒരാഴ്ചയ്ക്കുള്ളിൽ 10,000-കണക്കിന് ക്രൈസ്തവ വിശ്വാസികളെ അവിടെ അതിക്രൂരമായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു കേരളത്തിലും നിഷ്പക്ഷ കേരളത്തിന് ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ചില സംഘടനകളെ വളർന്നു വന്നാലുള്ള ചില ഭവിഷ്യത്തുകൾ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. അത് എന്തോ വലിയൊരു ദൈവ ഭാഗ്യം കൊണ്ട് 2014 നമുക്ക് ഇന്ത്യയിൽ മോഡിജി അധികാരത്തിൽ വന്നത് വലിയൊരു ഭാഗ്യം. അത് രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. കാരണം ഞങ്ങൾക്ക് നോക്കൂ, ഞങ്ങളെ ഒരിക്കലും നിങ്ങളിത് BJP വിരോധികളായി ഞങ്ങളെ കാണരുത് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര BJP നേതാക്കളുണ്ടെന്ന് അറിയാം, എത്ര മുസ്ലിം വിരോധികളായിട്ട് ഞങ്ങളെ കാണരുത്. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളുടെ കൂടെ എത്രയോ മുസ്ലിം നേതാക്കളുണ്ട്. ഇവിടെ വിഷയം ദയവ് ചെയ്ത് ഈ വിഷയത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ SDPയുമായിട്ടുള്ള വിഷയത്തിൽ ഞങ്ങൾ ചർച്ചകൾ പലതും ഞങ്ങൾ കണ്ടു. പലരും ഇത് ഒരു മതത്തെ അടിസ്ഥാനമാക്കി BJPയും മുസ്ലിമും നമ്മൾ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ ഈ വിഷയത്തെ വ്യതിചലിക്കാൻ ശ്രമിപ്പിക്കുകയാണ്. ഞങ്ങൾ വളരെ 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 ശക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്തരത്തിലുള്ള സംഘടനകളുടെ വളർച്ചകൾ നമ്മൾ ലോകത്തെ 2000-ന് ശേഷം എടുത്തു നോക്കണം അഭിലാഷേ. ഈ അറബ് രാജ്യങ്ങളിലേക്ക് നോക്കണം. ചുരുക്കം ചില UAE പോലെയുള്ള, അല്ലെങ്കിൽ കുവൈറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ സൗദി അറേബ്യ പോലെയുള്ള കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഈ ആഭ്യന്തര പ്രശ്നങ്ങളില്ലാതെ പോകുന്നുള്ളൂ. ബാക്കിയുള്ള ഈ അറബ് രാജ്യങ്ങളെ മുഴുവൻ എടുത്ത് നമ്മൾ നോക്കണം. ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് ഇവർ മുഴുവൻ രൂക്ഷിതമായ കലഹത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒക്കെ പിന്നിൽ എന്താ? ഇവിടെ ഇപ്പൊ ഈ സിറിയയിൽ മാത്രമുള്ളൂ ക്രൈസ്തവ വിഭാഗം, ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഇവർ തമ്മിലാണ് അടിക്കുന്നത്. ഒരു സഹോദരങ്ങൾ തമ്മിൽ അവർ, അല്ലെങ്കിൽ സുന്നി ഷിയ എന്നൊക്കെ പറഞ്ഞ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അടിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇതിന്റെ യഥാർത്ഥ ആ റൂട്ട് കോസിലേക്ക് നമ്മൾ കടന്നു വരണം അഭിലാഷേ. ഇത് മുളയിലെ നുള്ളണം. ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളെ എല്ലാം നമ്മൾ മുളയിലെ നുള്ളിയില്ലെങ്കിൽ നമ്മളിത് വലിയ അനർത്ഥത്തിലേക്ക് പോകും. കേരളം ഒരു വലിയ മത തീവ്ര, കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ നടന്ന സംഭവം നമുക്കറിയാം. കേരളം മുഴുവൻ പൊട്ടിക്കാനുള്ള സ്ഫോടക വസ്തു ഈരാറ്റുപേട്ടയിൽ നിന്ന് കണ്ടെത്തി. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ, നിങ്ങളടക്കം പല മാധ്യമങ്ങളും ആ വാർത്തയെ വളരെ ചുരുക്കി, അതിനെ ഒന്നുമല്ലാത്ത രീതിയിൽ അതിനെ ലഘൂകരിച്ച് അതിവിടെ ഒതുക്കി വെച്ചു. കുഴപ്പമില്ല, താങ്കൾ ഈ പറയുന്നത് പോലെ ഒതുക്കി വെക്കുന്നതല്ലോ. അതിന് കൃത്യമായി താങ്കൾ പറയുന്നത് പോലെ അത് ഇത്തരത്തിലൊരു സ്ഫോടനത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തോടെയാണ് കൊണ്ടുവന്നത് എന്നതിന് തെളിയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടോ ശ്രീ ജോമോൻ? അഭിലാഷ്, ഞാൻ പറഞ്ഞു വന്നത് എല്ലാത്തിനെയും നമ്മൾ ഇങ്ങനെ മറുവാദങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ അല്ല, അങ്ങനെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ അതേപടി റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. അതിലൊരു തർക്കവുമില്ല ശ്രീ ജോമോൻ. ഞാന് ഈ ഒരു ഈരാറ്റുപേട്ടയിൽ ഈ വിഷയം മാത്രമല്ല അഭിലാഷേ, ഇത് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എൻ്റെ ഒരു നേരിട്ടുള്ള ഒരു അനുഭവം. ഞാൻ ഒരിക്കൽ സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ ദമാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 1/2 മണിക്കൂറുള്ളൂ അവിടെ കത്തീഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്. അവിടെ എൻ്റെ കൂടെ ഒരു സൗദി പൗരനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഈ അതിർത്തി, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ കാണുന്ന വലിയ പാറ്റൻ ടാങ്കുകളും വലിയ മിഷനറീസ് ഒക്കെ കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൗദി ഇംഗ്ലീഷിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ സൗദി അറേബ്യയിൽ കുറച്ച് വിഭാഗം ഈ ഷിയ എന്ന് പറയുന്ന ഞങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ കുറച്ചു കാലം മുമ്പ് ഒറ്റ രാത്രിയിൽ 1500 ആളുകളെ സുന്നി യുവാക്കാർ വന്ന് കൊന്നു. എൻ്റെ കുടുംബക്കാരും അതിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കരയുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അഭിലാഷേ, ഇത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. ഇപ്പൊ വന്നത് പാകിസ്ഥാനിലെത്തി. ഇത് വലിയൊരു ദൈവഭാഗ്യം കൊണ്ടല്ലേ ഇന്ത്യയിലേക്ക് എത്താത്ത. നമുക്ക് സമാധാനം വേണ്ടേ അഭിലാഷേ? നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് നമ്മളിപ്പോ 29 ബാങ്ക് അക്കൗണ്ടിലൂടെ 360 കോടിയോ 100 കോടിയോ 500 കോടിയോ ഒക്കെ ഇവർ മാറ്റുന്നതും അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് മാത്രം പറഞ്ഞ് ഈ വിഷയത്തെ ലഘൂകരിക്കരുത്. ഇവിടെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനയെ യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികൾ ഇതിനെ പൊളിച്ചെടുക്കണം. ഞാൻ പറയുന്നത് യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികൾ ഇത്തരത്തിലുള്ള ഒരു സംഘടനകൾക്കും പിന്തുണ കൊടുക്കരുത്. ഇത്തരത്തിലുള്ള, ഞാൻ ഒറ്റ കാര്യം പറയാം. ഈ SDPയെ കുറിച്ച് കേരള ഹൈക്കോടതി 2022 പറഞ്ഞ ഒരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാ, ഞാൻ ആ വാചകം എഴുതിയെടുത്തിട്ടുണ്ട്. കാരണം അത് ഒരുപക്ഷെ അഭിലാഷ് ചോദിച്ചാൽ പറയാൻ വേണ്ടി എഴുതിയെടുത്ത്. അത് ഇങ്ങനെയാ വാചകം: SDP and PFI extremist outfits indulging in serious acts of violence but that they are not banned organizations. എന്താണെന്നറിയോ? അന്ന് ഇത് പറയുന്ന സമയത്ത് അത് ഹൈക്കോടതി തന്നെ പറയാണ്, എന്തോ ഇതുവരെ ഈ ഓർഗനൈസേഷൻ ഒന്നും ഇവിടെ ബാനഡ് അല്ല, പക്ഷേ ഗൗരവകരമായ അല്ലെങ്കിൽ തീവ്രമായ ആശയം
അല്ല, അതാ ഞങ്ങൾ പറഞ്ഞ ഇതിനെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുമ്പോഴാണ് പ്രശ്നം. കേരളീയ സമൂഹമോ അല്ലെങ്കിൽ പലരും ഇത് BJP വിരോധം കൊണ്ട് ഇതിന് അല്ല, അങ്ങനെയല്ല ശ്രീ ജോമോൻ തക്കാലക്കൽ. അതായത് താങ്കൾ പറയുന്നത് പോലെ BJPയുമായി ബന്ധപ്പെട്ട വിഷയമായില്ല. എന്റെ സംശയം എന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്നതിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം ഇതിപ്പോൾ കേരളത്തിലടക്കം നടന്നിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ അറിയാം. തൊടുപുഴയിൽ ഉണ്ടായിട്ടുള്ള അധ്യാപകന്റെ കൈവിട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അതിലും സ്വാഭാവികമായും ആ സംഘടനയുമായി ബന്ധപ്പെട്ടവർ അതെല്ലാം നിഷേധിക്കുന്നുണ്ടാകാം. പക്ഷേ ഇവിടെ SDPI എന്നത് ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ആ രാഷ്ട്രീയ സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളടക്കം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ത്രിതല പഞ്ചായത്തുകളിൽ ആണ് എങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് നേരെയാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ED ഉന്നയിക്കുകയും കണ്ടെത്തിയെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. അഭിലാഷേ, ഇത് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഞങ്ങൾ നാളെ SDPI നിരോധിച്ചാൽ ഇവർ മറ്റൊരു പേരുമായി വരും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇവിടെ NDF, സിമി ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ നിരോധിച്ചതിന് ശേഷമാണ് ഇവർ PFI വരുന്നത്. 2006 PFI വരുന്നു. വീണ്ടും ഇവർ ജനങ്ങളിലേക്ക് ഇവരുടെ ആശയങ്ങൾ എത്തിക്കാൻ വേണ്ടി 2009 ഇവർ SDPI എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രീയ സംഘടനയുമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പൊ അഭിലാഷേ, ഇത് ഇനിയിപ്പോ നാളുകളിൽ ഞങ്ങൾ ഇപ്പൊ ഈ SDPI നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു തീവ്രവാദ സംഘടനയായിട്ട് ഇവർ മുന്നോട്ട് വരും. ഇത് ഗൗരവകരമായ ഒരു വിഷയമാണ്. ഇത്തരത്തിലുള്ള ഞാൻ വളരെ 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 താഴ്മയോടുകൂടി ഇവിടുത്തെ ഇസ്ലാം മത സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളെ ദയവ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കരുത്. ഇവരുടെ ഏറ്റവും അല്ല, താങ്കളത് പറയാൻ അങ്ങനെ ഇസ്ലാമിക സഹോദരങ്ങൾ ആരും മുസ്ലിം എന്നുള്ള പേര് അല്ലെങ്കിൽ അതിനെ സാമാന്യവൽക്കരിച്ച് നമ്മൾ പറയേണ്ടതില്ലല്ലോ. SDPI എന്ന സംഘടനയ്ക്ക് എത്രത്തോളം അംഗബലമുണ്ട്, അത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും എത്രത്തോളം അംഗബലമുണ്ട് എന്നൊക്കെ നമുക്കറിയാമല്ലോ. കേരളത്തിൽ SDPIക്ക് എത്രത്തോളം കരുത്തുണ്ട്, അത് ചില മേഖലകളിൽ ചില പോക്കറ്റുകളിൽ അവർ ശക്തരാണ് എന്നത് മാറ്റി നിർത്തിയാൽ കേരളത്തിൻ്റെ ഒരു പൊതു ചിത്രം പരിശോധിച്ചാൽ താങ്കൾ ഈ പറയുന്നത് പോലെ അങ്ങനെ ഇസ്ലാം സഹോദരങ്ങളോട് അപേക്ഷിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഇല്ല, അങ്ങനെ ഞാൻ അങ്ങനെ നിസ്സാരവൽക്കരിക്കരുത് അഭിലാഷ. കാരണം എന്താണെന്ന് അറിയുമ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ കയ്യിലിരുന്ന ഒരു സീറ്റ്, നമ്മുടെ കേരളത്തിൽ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന ഒരു സീറ്റിൽ 462 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ SDPI ജയിച്ചു. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്ന സംഭവമാണ്. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഇവിടെ ആരാ ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്? അപ്പൊ ഇവരിങ്ങനെ വളർന്നു വരുമ്പോ ഇത് അവര് തന്നെ ഉള്ളിൽ ചിന്തിക്കും, നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് മലയാളി സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന്. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ഇവിടുത്തെ അല്ലെങ്കിൽ LDF, UDF പോലെയുള്ള സംഘടനകൾ, അല്ലെങ്കിൽ പോരുവഴി പഞ്ചായത്ത്, അങ്ങനെ 100 കണക്കിന് പഞ്ചായത്തുകൾ എടുത്താൽ ഇവർ ഒരുമിച്ച് ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. അപ്പൊ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. യെസ്, എന്തായാലും ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ശ്രീ മിഥുൻ വിജയകുമാർ, താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാർ തന്നെയാണ് അത് വിലക്കിയത്. ഇപ്പോൾ അതിനുശേഷം നമുക്കറിയാം 2022 ആണ് ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികളടക്കം ഉയർന്നു വന്നത്. NIA ആണ് ഡൽഹിയിലും കൊച്ചിയിലും കേസുകൾ രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലം. അതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വ്യാപകമായ റെയ്ഡ് നടന്നിരുന്നു 12 കേന്ദ്രങ്ങളിൽ. ആ അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ആണ് ഈ 620 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ 29 അക്കൗണ്ടുകൾ, പല അക്കൗണ്ടുകളിലേക്കും എത്തിയിട്ടുള്ള പണത്തിൻ്റെ വിവരങ്ങളിലൊക്കെ പൊരുത്തക്കേടുകളുണ്ട് എന്ന് ED പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഗൗരവതരമായ കണ്ടെത്തലായാണോ താങ്കൾ വിലയിരുത്തുന്നത്? തീർച്ചയായും അഭിലാഷ്, ഇത് വളരെ നമ്മൾ കേരളത്തിൽ ഇരുന്ന് ഭയക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ നടന്നിട്ടുള്ളത് ഇത്തരം ഫണ്ട് മൊബിലൈസേഷൻ ആണ്. കാരണം ഇതിലെ ഏറ്റവും വലിയ വിഷയം അത് തന്നെയാണ്. കാരണം ഒരു തീവ്രവാദ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് മൊബിലൈസേഷൻ ആണ് ഇവിടെ നടന്നത്. അതായത് 2009-നും 2022-നും ഇടയിലുള്ള PFIയുടെ 29 അക്കൗണ്ടുകളിലേക്ക് വന്ന ഫണ്ടിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്ന കാര്യം. അപ്പൊ അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ISF അല്ലെങ്കിൽ IFF, ഈ രണ്ട് പേരുള്ള രണ്ട് സംഘടനകൾ, ISF, IFF, ഒന്ന് ഇന്ത്യൻ ഫ്രാറ്റേണിറ്റി ഫോറം, ഒന്ന് ഇന്ത്യൻ സോഷ്യൽ ഫോറം, ഇങ്ങനെയുള്ള രണ്ട് സംഘടനകളെ കേന്ദ്രീകരിച്ച് ഒന്ന് PFIക്ക് വേണ്ടിയിട്ടും ഒന്ന് SDPIക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പം ഇവരെ കേന്ദ്രീകരിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുക. ഈ ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ റംസാൻ കലക്ഷൻ എന്ന പേരിലാണ് ഈ ഫണ്ട് കൂടുതലും അവിടെ നിന്ന് കളക്ട് ചെയ്തത്. അതായത് ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് റംസാൻ കലക്ഷൻ എന്ന പേരിലൊരു വലിയ ക്യാമ്പയിൻ നടത്തി ഈ രണ്ട് സംഘടനകളുടെ കാഡർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫണ്ട് കളക്ഷൻ നടക്കുന്നത്. അങ്ങനെ
PFIക്കും SDPIക്കും ബന്ധമുള്ള PFI SDPI നേതാക്കൾ IFF, ISF എന്നീ സംഘടനകളുടെ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കളക്ട് ചെയ്ത ഈ ഫണ്ട് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ഹവാല റൂട്ട് വഴിയാണ്. അപ്പം അവിടെയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെയാണ് പ്രശ്നം നടക്കുന്നത്. ശരി. പിന്നെ കേരളത്തിലെ PFI, കോഴിക്കോടുള്ള PFIയുടെ ഓഫീസിൽ നടന്ന 2018 റെയ്ഡില് ഒരു മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതില് ISFന്റെ പ്രസിഡന്റും സെക്രട്ടറിമാരുമായിട്ടുള്ള ഒരു MOM, അതിൽ MK ഫൈസിയുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം മനാമയിൽ നടന്ന ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് SDPIക്ക് വേണ്ടിയിട്ടുള്ള മാൻ പവർ, റിസോഴ്സസ് ഇതെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അതൊക്കെയായി ബന്ധപ്പെട്ടുള്ള തെളിവുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം SDPIയും PFIയും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഇവർക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന സംഘടനകളുമായിട്ടുള്ള നെറ്റ്വർക്കിന്റെ ഒരു വലിയ ഒരു എന്താ പറയാ, ആ ഒരു നെറ്റ്വർക്കിന്റെ ക്ലാരിറ്റി അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതിന്റെ പുറത്താണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. മാത്രമല്ല, PFIക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചാനലൈസ് ചെയ്യുന്നതിന്റെ ചുമതല അന്ന് ISFനായിരുന്നു. ISFന്റെ സൗദിയിലെ സോണൽ യൂണിറ്റിനായിരുന്നു SDPIക്ക് വേണ്ടിയിട്ടും PFIക്ക് വേണ്ടിയിട്ടും ഒക്കെ ഫണ്ട് ചാനലൈസ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ED അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല, ഈ ഹവാല റൂട്ട് എന്ന് പറയുന്നത് PFIയുടെ മറ്റ് സംഘടനകളായിട്ടുള്ള, അതായത് PFIയുടെ പോഷക സംഘടനകളായിട്ടുള്ള ഈ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ഇതുവഴിയാണ് ഇതിനെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം NRI അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നു, പിന്നീട് അത് PFI നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പോകുന്നു. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫണ്ട് ട്രാൻസ്ഫർ നെറ്റ്വർക്ക് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ആ ഫണ്ട് ട്രാൻസ്ഫർ നെറ്റ്വർക്കിനെയാണ് ഇപ്പം ED പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ വലിയ രീതിയിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണ ഏജൻസിയുടെ ഒരു എഫേർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പൊ നേരത്തെ സംസാരിച്ച സുഹൃത്ത് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. കാരണം ഇവിടെ SDPI എപ്പോഴും പറയാൻ പോകുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് PFI ആയിട്ടൊരു ബന്ധമില്ല, ഞങ്ങൾക്ക് PFIയുമായ ഒരു ബന്ധമില്ല എന്നാണ് അവരുടെ എല്ലാ കാലത്തെയും വാദം. നേരത്തെ അദ്ദേഹം കോടതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അഭിലാഷ് പോലും പറഞ്ഞത് PFIനെ ബാൻ ചെയ്തല്ലോ എന്നാണ്. പക്ഷെ കോടതിയുടെ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി കോടതി പറയുന്നുണ്ട് PFI ആൻഡ് SDPI ആർ എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ്. അതിൽ SDPI എന്നും പരാമർശിക്കുന്നുണ്ട്. നോ ഡൗട്ട് SDPI ആൻഡ് PFI ആർ എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ് ഇൻഡൾജിംഗ് ഇൻ സീരിയസ് ആക്ട്സ് ഓഫ് വയലൻസ്. ഓൾ ദ സെയിം ദോസ് ആർ നോട്ട് ബാൻഡ് ഓർഗനൈസേഷൻസ് എന്ന് 2022 പറഞ്ഞതാണ്. അതിൽ PFI മാത്രമേ ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ളൂ, SDPI ഇനിയും ബാൻ ചെയ്യാൻ ഓർഗനൈസേഷൻ. അങ്ങനെ അവസാനിപ്പിക്കുന്നത് എങ്ങനെ? അല്ല, നോട്ട് ബാൻഡ്. അന്ന് PFIയും ബാൻഡ് അല്ല. അന്ന് PFIയും ബാൻഡ് അല്ലാത്ത സമയത്ത് പറഞ്ഞ കേരള ഹൈക്കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇന്ന് PFI ബാൻഡ് ആണ്, SDPI ബാൻഡ് അല്ല. പക്ഷെ രണ്ടും തീവ്രവാദ സംഘടനകളാണ്, അല്ലെങ്കിൽ വയലന്റ് ഓർഗനൈസേഷൻസ് ആണ്, എന്ന് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണെന്ന് കോടതിയുടെ കണ്ടെത്തലുണ്ടായിരുന്നു അന്നും. അപ്പം PFI ബാൻ ചെയ്യപ്പെട്ടു, SDPI ബാൻ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ SDPI എന്തുകൊണ്ടും ബാൻ ചെയ്യപ്പെടേണ്ട ഒരു സംഘടനയാണെന്നുള്ളതിന്റെ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഇവരുടെ ഫണ്ട് ട്രാൻസ്ഫർ നെറ്റ്വർക്ക്, ഇവരുടെ ബന്ധങ്ങൾ, PFIയുമായിട്ട് ബന്ധമുള്ള ആളുകളുമായിട്ടുള്ള ഫണ്ട് ഷെയറിംഗ് മെക്കാനിസം, ഇതെല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇതെല്ലാം എന്താ പറയുക, തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അപ്പം SDPI എന്തുകൊണ്ടും ബാൻ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എന്റെ ഒരു നിരീക്ഷണം. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ മുഹമ്മദ് ഷമീർ, SDPI നേതാവ്, നമ്മളോടൊപ്പം ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഷമീർ, കഴിഞ്ഞ ദിവസവും ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്തതാണ്. കേരളത്തിലടക്കം റെയ്ഡ് നടന്ന പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 29 അക്കൗണ്ടുകൾ വഴി 262 കോടി രൂപയുടെ നിക്ഷേപം 2009 മെയ് മുതൽ 2022 മെയ് വരെയുള്ള കാലയളവിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് PFIയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇവിടെ ED ആവർത്തിച്ച് പറയുന്നത് SDPI എന്നത് PFIയുടെ ഫണ്ടിൻ്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നാണ്. ആ PFIയുടെ ആശയധാര തന്നെയാണ് SDPI മുന്നോട്ട് വെക്കുന്നത് എന്നതുമാണ്. അവിടെയാണല്ലോ ഈ വിഷയം ഗുരുതരമാകുന്നത്. ശ്രീ മുഹമ്മദ് ഷമീർ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇതിൽ ED നടത്തിയിട്ടുള്ള അലിഗേഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രധാനമായിട്ടും മറുപടി പറയേണ്ടത് പോപ്പുലർ ഫണ്ടാണ്. പക്ഷേ എനിക്കതിൽ അതിശയം തോന്നുന്നൊരു കാര്യം, 3 വർഷം മുമ്പ് നിരോധിച്ച പോപ്പുലർ ഫണ്ട് എന്ന പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ട് ബന്ധപ്പെട്ടുള്ള രേഖകൾ 3 വർഷത്തിന് ശേഷം മാത്രം പുറത്തു വരുന്നതിലെ ഒരു കഴിവുകേട്, ഇൻഎഫിഷ്യൻസിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് 3 വർഷം മുമ്പ് നിരോധിക്കപ്പെട്ട പ്രസ്ഥാനത്തിന്റെ 29 അക്കൗണ്ടിലേക്കുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് 3 വർഷത്തിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത്? ഒന്ന് EDയിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട്, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പണി ചെയ്യിക്കുന്നത് കൊണ്ടാണോ എന്നുള്ളൊരു സംഗതിയുണ്ട്. ഒന്ന്. രണ്ടാം സംഗതി എന്ന് പറയുന്നത്, ED എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ, ED എന്ന ഒരു ഏജൻസിയുടെ വിശ്വാസം
വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നൊരു സംഗതി ഇപ്പോൾ ഉണ്ട്. പ്രധാന കാരണം ഈ ഔദ്യോഗിക ഗവൺമെന്റ് കണക്ക് പ്രകാരം 5400 കേസുകൾ ED രജിസ്റ്റർ ചെയ്തതിൽ വെറും 40 കേസുകളിൽ മാത്രമാണ് അവർക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രൂഫ്. അത് അതിനർത്ഥം 1% കേസുകൾ മാത്രമാണ് തെളിയിക്കപ്പെട്ടുള്ളൂ. എന്ന് വെച്ചാൽ 99% കേസുകളും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഇൻഎഫിഷ്യൻസിയാണ്. എനിക്ക് തോന്നുന്നു ഈ മിഥുനെ പോലുള്ള ആളുകളുടെ STPയെ പറ്റിയൊക്കെ വളരെ വലിയ വായിൽ പറയുന്നിട്ടു. ഇതിനെ പോലുള്ള ആൾക്കാരെയൊക്കെ EDയിലേക്ക് എടുത്തിട്ട് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് അന്വേഷണം നടത്താൻ, ഒരു സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ അന്വേഷണമൊക്കെ നടത്താൻ കഴിയും. അങ്ങനെ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ EDയുടെ വിശ്വാസ്യത കെട്ടുനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 4 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ED പറയുന്ന അലിഗേഷൻസ് മുഴുവൻ ശരിയാണെന്ന് പബ്ലിക് സമൂഹത്തിൽ വന്നിട്ട് നമ്മുടെ ന്യൂസ് 18 പോലുള്ള ഒരു ചാനലിന് പറയാൻ കഴിയും? ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ 240 കോടി രൂപ അടുത്ത് 13 വർഷം കൊണ്ട് വന്നു എന്നാണ് ഏകദേശം പറയുന്നത്. ഇവിടെ കഴിഞ്ഞൊരു 6 മാസത്തിനുള്ളിൽ പകുതി വില തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് AN രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 1000 കോടി രൂപയുടെ തട്ടിപ്പ് പാവപ്പെട്ട സ്ത്രീകളെയും ഒക്കെ പറ്റിച്ചുകൊണ്ട് 5000-ഓളം ഫ്ലെക്സ് ഇറക്കിയിട്ട് ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് ആ ഫൗണ്ടേഷനിൽ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന RSSകാരൻ പൈസ കൊടുത്തിട്ട് ഒരു RSSകാരനും ഒരു BJPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടി കേന്ദ്ര കമ്മിറ്റി അംഗവും കേട്ടിരിക്കാൻ പറ്റില്ല, നടക്കില്ല. അവിടെ ഒരു RSSകാരനുമില്ല. കേന്ദ്ര കമ്മിറ്റി അംഗത്തിലൂടെ പറയരുത് സഹോദരൻ. അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന RSSകാരനാണ് AN രാധാകൃഷ്ണൻ. നിങ്ങളുടെ സ്വഭാവം ഫാഷിസത്തിന്റെ സ്വഭാവം ഹിന്ദു നാമധേയങ്ങൾ കിട്ടിയാൽ ഒന്നുകിൽ ഞാൻ പറയുന്നത് പക്വതയോടുകൂടി സംസാരിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും. അതാണ് മര്യാദ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയോ? ഞാൻ പറഞ്ഞു AN രാധാകൃഷ്ണൻ എന്ന BJPയുടെ അയാളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അനന്തകൃഷ്ണൻ തന്നെ പറഞ്ഞു. എന്ത്? അനന്തകൃഷ്ണൻ പറയുകയാണ് AN രാധാകൃഷ്ണൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടി നടത്തിയെന്ന് പറഞ്ഞിട്ട് ആ കേസിൽ നമ്മൾ ന്യൂസ് 18 ഉൾപ്പെടെ ഒരു ചാനലിൽ ചർച്ച നടത്താൻ പറ്റുന്നില്ലല്ലോ. കാരണം 1000 കോടി മുഹമ്മദ് ഷമീർ, ഞാൻ ഈ ഘട്ടത്തിലൊന്ന് ഇടപെടുന്നത്, താങ്കൾ പറഞ്ഞു ന്യൂസ് 18 അടക്കം ചർച്ച നടത്തുന്നില്ലല്ലോ എന്ന്. ഈ വിഷയം താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞത്? അതായത് ഈ AN രാധാകൃഷ്ണനുമായി ബന്ധമുണ്ട് ഈ അനന്തുവിന്റെ തട്ടിപ്പിനെന്ന്? അഭിലാഷെ, ന്യൂസ് 18 ചാനൽ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ന്യൂസ് 18 മാത്രമല്ല മുഹമ്മദ് ഷമീർ, കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും AN രാധാകൃഷ്ണന്റെ സംഘടന ഈ അനന്തു കൃഷ്ണനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുവെന്നും കൃത്യമായി അതിൽ AN രാധാകൃഷ്ണൻ അടക്കം എന്താണ് പറയാനുള്ളത് അദ്ദേഹം അതിൽ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ അന്വേഷണ സംഘം, അതായത് ഇന്നിപ്പോൾ ഈ ചർച്ച നടത്തുമ്പോൾ ആനന്ദ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ചർച്ചയ്ക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വാർത്തയടക്കം ഞങ്ങൾ ബ്രേക്കിംഗ് ആയി നൽകുന്നുണ്ട്. നാളെ AN രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്താൽ ഒരു സംശയവും വേണ്ട ശ്രീ മുഹമ്മദ് ഷമീർ, അത് ഞങ്ങൾ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. താങ്കൾ വിഷയത്തിലേക്ക് വരും. നെറ്റ് കുറവുണ്ട്. ഞാൻ അത് തന്നെ പറഞ്ഞു വരുന്നത് അഭിലാഷ് ഞാൻ പറഞ്ഞു വരുന്നത് താങ്കൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അതായത് ED നടത്തിയ ഒരു ആരോപണം, ഒരു അലിഗേഷൻ 250 കോടി രൂപയുടെ പറഞ്ഞുകൊണ്ട് STPയുടെ തലയിലേക്ക് ഇവിടെ ചാനൽ ചർച്ച നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ AN രാധാകൃഷ്ണൻ ആയിരക്കണക്കിന് കോടി രൂപ തട്ടിപ്പ് നടത്തിയിട്ട് ആ തട്ടിപ്പ് താങ്കൾ പറയുമ്പോഴും ആയിരക്കണക്കിന് കോടിയുടെ തട്ടിപ്പ് എവിഡൻസ് ഉണ്ടെങ്കിൽ താങ്കൾക്ക് നിർത്താം. തീർച്ചയായും അങ്ങനെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി, ഇപ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പൊ കേരളം ഭരിക്കുന്നത് BJP ഒന്നുമല്ല. കേരളത്തിലെ അന്വേഷണ സംഘത്തിനൊക്കെ അത് കണ്ടെത്താൻ പറ്റില്ല. രാധാകൃഷ്ണനെതിരെ ആരെങ്കിലും സംസാരിക്കും? ആങ്കർ പറഞ്ഞോളൂ. അല്ല, ഞാൻ താങ്കൾ ഈ AN രാധാകൃഷ്ണൻ വിഷയത്തിലെ ടോപ്പിക്കിലേക്ക് വരൂ. അതെന്തുമാകട്ടെ, വരൂ വളരെ പെട്ടെന്ന്. AN രാധാകൃഷ്ണന്റെ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് പറയുന്നു. അതിന്റെ ഡാറ്റകൾ പുറത്തു വരുന്നുണ്ട്, അലിഗേഷൻസ്. ഞാൻ പറയുന്നത് STP ഇവിടുത്തെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. STPക്കെതിരെ കോടതി വിധി വരട്ടെ. അതായത് ഇത്തരം അലിഗേഷൻസ് കോടതിയിൽ പ്രൂവ് ചെയ്യട്ടെ. STP തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നിരോധിക്കട്ടെ. ഞങ്ങൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ലെന്നേ. നിരോധിച്ചപ്പോ എന്താ ഉണ്ടാവുക? നിരോധിക്കാവുന്ന ഇവിടെ എല്ലാ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്താനുള്ള ആയുധമായി ED പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിമാർ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാള്, P ചിദംബരം ഉൾപ്പെടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ED അല്ലേ? അപ്പൊ അത്തരത്തിലെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ ഏജൻസിയുടെ റിപ്പോർട്ടുകളും അലിഗേഷൻസും കൊണ്ടുവന്നിട്ട് STPക്കെതിരെ പറയാന്ന് പറഞ്ഞാൽ അതോട് വലിയ പ്രസക്തിയില്ല. അത് ജനങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ള
എന്നുള്ളത് മാത്രം എനിക്ക് പറയാം. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ ടി കെ രാജ്മോഹൻ, അദ്ദേഹം NIA മുൻ ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. രാജ്മോഹൻ IPS കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ, താങ്കൾ ശ്രദ്ധിച്ച് എന്നതിൽ വ്യക്തതയില്ല, ഒരുപക്ഷെ താങ്കളെ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിരിക്കാം. ഇവിടെ ED-യുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അടക്കം SDPIയുടെ പ്രതിനിധി പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് ED അന്വേഷിക്കുന്ന കേസുകൾ തെളിയിക്കപ്പെടുന്നത് 1% പോലും ഇല്ല എന്നുള്ള വിവരമാണ്. അതുമാത്രവുമല്ല, ഈ 2022 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത്. അതിനുശേഷം 2 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതിലൊന്ന് ഡൽഹിയിലാണ്, മറ്റൊന്ന് കൊച്ചിയിലാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് ഈ 3 വർഷം കഴിയുമ്പോഴാണോ ഇതിനെക്കുറിച്ച് കണ്ടെത്തലുകളിലേക്ക് ED-ക്ക് പോകാൻ സാധിക്കുന്നത്? അപ്പോൾ ED ഒരു ടൂളായി പ്രവർത്തിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇത്തരം ഡേറ്റകൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അല്ല, ഈ ഒരു അന്വേഷണ ഏജൻസിയെ നമ്മൾ ഇരുത്തിക്കാക്കേണ്ട ആവശ്യമില്ല. ഒരു അന്വേഷണ ഏജൻസിയും സൂപ്പർ ആണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു അന്വേഷണ ഏജൻസി അവിശ്വസിക്കാൻ പറ്റില്ല. കാരണം CBI ആയാലും NIA ആയാലും അല്ലെങ്കിൽ ED ആയാലും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലൊരു ഏജൻസിയാണ്. ആ ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണ ഏജൻസിയെ നമ്മൾ അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ പ്രക്രിയക്ക് എതിരാണ്. അതുപോലെ തന്നെ കേരള പോലീസ് ഒരു കേസ് അന്വേഷിച്ചിട്ട് ആരെങ്കിലും പ്രതിയായി കഴിഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണത്. കാരണം നമ്മുടെ സിസ്റ്റം, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, ആ എസ്റ്റാബ്ലിഷ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് പ്രതിക്കോളത്തുള്ള ആൾക്കാർ പറയും ഇത് പൊളിറ്റിക്കൽ ട്യൂൺഡ് ആണ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്, ഈ സെൻട്രൽ ഏജൻസിയെ സെൻട്രൽ ഗവൺമെന്റ് അവരുടെ പൊളിറ്റിക്കൽ ഒപ്പോണിനെതിരായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയും. സ്വാഭാവികമാണ്. അതുപോലെ കേരളത്തിൽ ഇപ്പം പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കേരള പോലീസിനെതിരായിട്ട് ഇവിടുത്തെ ഒപ്പോസിഷൻ പറയും ഞങ്ങളെ പൊളിറ്റിക്കലായി ഡാമേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാന്ന് പറയും. അപ്പൊ ഇത് കുറെ കൊല്ലങ്ങളായിട്ട് ഇത് എന്റെ പോലീസ്, നിങ്ങളുടെ പോലീസ്, അല്ലെങ്കിൽ അവരുടെ പോലീസ്, നമ്മുടെ പോലീസ്, ഇത് സംവിധാനം ശരിയല്ല. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഒരു NIA ആയാലും CBI ആയാലും ED ആയാലും കസ്റ്റംസ് ആയാലും അത് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമാണ്. അവരെന്ത് തെളിവുകൾ കോടതി മുമ്പ് ഹാജരാക്കും അതാണ് കോടതി കൺസിഡർ ചെയ്യുക. അതേസമയം അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഭാഗം വാദിക്കുക എന്നല്ലാതെ നമ്മൾ പൊതുജനങ്ങൾ വിശ്വസിക്കേണ്ടത് ഈ അന്വേഷണ ഏജൻസിയെ മാത്രമാണ്. ഇനി അന്വേഷണ ഏജൻസി ഈ ടൂള് നമുക്കെതിരായിട്ട് ഉപയോഗപ്പെടുകയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ വെൽ ആൻഡ് ഗുഡ്. അങ്ങനെ കുറെ കേസുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ചില കേസുകളിൽ അങ്ങനെ സുപ്രീം കോടതി ചില കേസുകളിൽ ചില കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നീതി, റൂൾ ഓഫ് ലോ പ്രിവെയിൽ ചെയ്യുന്ന ഒരു കൺട്രിയിൽ നമ്മൾ അവിടുത്തെ അന്വേഷണ ഏജൻസിയെ വിശ്വസിച്ചേ പറ്റൂ. അപ്പൊ ആ അന്വേഷണ ഏജൻസിക്കെതിരായിട്ട് നിങ്ങൾക്ക് വല്ല പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതി മുമ്പാകെ പോകാം. അപ്പൊ ഇവിടെ ഇപ്പം ED ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്ത് പറയാണ് ഈ SDP എന്നുള്ള പാർട്ടി ഈ ബാൻ ചെയ്ത PFI ആണ് SDP-യുടെ ഫൈനാൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് അവർ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. ആ പത്രക്കുറിപ്പ് വിശ്വസിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. കാരണം വി ആർ ഓൾ ലോ അബൈഡിംഗ് സിറ്റിസൻസ് ഓഫ് ദിസ് കൺട്രി. അപ്പൊ ED അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ട് അവരുള്ള തെളിവുകൾ വെച്ച് പറയാണ് PFI ആണ് കുറെ കാലമായിട്ട് ഈ PFI ബാൻഡ് ആണെങ്കിലും SDP-യുടെ പല സംവിധാനങ്ങളും പല ഫൈനാൻസും നടത്തുന്ന അവരാണ് എന്ന് പറഞ്ഞ് ചില തെളിവുകൾ കോടതി മുമ്പ് ഹാജരാക്കുന്നു. അത് അനലൈസ് ചെയ്യട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കോടതി മുമ്പ് ഹാജരാക്കിയ തെളിവുകൾ ശരിയല്ല എന്ന് SDP-ക്കാർ പറയും, ED പറയും അതല്ല ശരിയെന്ന് പറയും. ഇതാണ് ഇവിടെ നടക്കുക. അപ്പൊ ഇറ്റ്സ് ടഫിലാണ്. അപ്പം ഈ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഫോർ ദ ടൈം ബീങ് നമ്മൾ പൊതുസമൂഹം വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് അൾട്ടിമേറ്റ്. കോടതി വിശ്വസിക്കുക ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൊടുക്കുന്ന എല്ലാ തെളിവുകളാണ്. ആ തെളിവുകൾ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് ഒപ്പോണൻസ് ആണ്. അത് ചെയ്യാത്ത കാലത്തോളം നമ്മൾ ഈ പറയുന്ന അന്വേഷണ ഏജൻസി വിശ്വസിച്ചേ പറ്റൂ. അതാണ് ഇവിടെ നമ്മുടെ റൂൾ ഓഫ് ലോവും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലത്തെ പൊളിറ്റിക്കലായിട്ട് എന്തായാലും നടക്കുകയാണെങ്കിലും ലീഗൽ സൈഡും അതിന്റെ മോറൽ സൈഡും അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ റിട്ടയർഡ് SP ശ്രീ സക്രിയ ജോർജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ സക്രിയ ജോർജ്, ഇവിടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരുകൾ, കീർത്തി ചിദംബരത്തിൻ്റെ പേരുകൾ, അല്ലെങ്കിൽ P ചിദംബരത്തെ പോലെയുള്ള നേതാക്കൾ, മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ നമ്മുടെ രാജ്യം പലപ്പോഴായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതേസമയം തന്നെ ഈ ചർച്ച നടക്കുമ്പോൾ ലാലു പ്രസാദ് യാദവ് ജയിലിലാണ് എന്നതും വസ്തുതയാണ്. അദ്ദേഹവും വലിയ ഇന്ത്യയുടെ ലാലു മാജിക് എന്നൊക്കെ പറയുമായിരുന്നു. അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയുടെ റെയിൽവേ ഇങ്ങനെ വലിയ ലാഭത്തിലേക്കൊക്കെ മാറ്റിയ ആളാണ്. പക്ഷേ കാലിത്തീറ്റ കുംഭകോണത്തിൽ അദ്ദേഹം അകത്താണ്. ഇപ്പോഴത്തെ KB ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ പിതാവ് R ബാലകൃഷ്ണപിള്ള, അദ്ദേഹവും വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹം കേരളത്തിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു മന്ത്രിയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ
കേസുകളൊക്കെ തെളിയിക്കപ്പെട്ടത് കാലങ്ങളെടുത്തിട്ടാണ് എന്നത് നമുക്കറിയാൻ സാധിക്കും, അല്ലാതെ വളരെ പെട്ടെന്നല്ല. ഇവിടെ ഈ NIA അല്ലെങ്കിൽ ED ഒക്കെ നടത്തുന്ന അന്വേഷണത്തിൽ വലിയ കാലതാമസം ഉണ്ടാകുന്നു എന്നത് തള്ളിക്കളയാനാകില്ലല്ലോ. ഇപ്പോൾ മുഹമ്മദ് ഷമീർ പറയുന്ന ഏറ്റവും പ്രസക്തമാകുന്ന ഭാഗം അതാണല്ലോ. ഈ 2022 ഉണ്ടായ പരാതിയാണ്. 3 വർഷങ്ങൾക്ക് ശേഷമാണോ ഈ ഡേറ്റകളുടെ വിവരങ്ങൾ EDക്ക് പുറത്തു പറയാൻ പറ്റുന്നത് എന്നതുള്ളതാണ്. എനിക്ക് പ്രധാനമായി പറയാനുള്ളത് 18 നവംബർ 2004 ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു ബോഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓഫീസ് മെമ്മറാണ്ടം ഡേറ്റഡ് 18 നവംബർ 2004 പ്രകാരം ഉണ്ടാക്കിയതാണ്. അതിനൊരു ഡയറക്ടറുണ്ട്. അത് പിന്നെ അതിനെ നോക്കാനായിട്ട് എക്കണോമിക് ഇന്റലിജൻസ് കൗൺസിലുണ്ട്, വിച്ച് ഈസ് ഹെഡഡ് ബൈ ദി യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 2004 മുതൽ കോൺഗ്രസ് ഉള്ള UPA വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് BJP ലീഡ്. യെസ്, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട്. ശ്രീ സക്രിയ ജോർജ്, കേൾക്കാമോ? യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷമീർ, മുഹമ്മദ് ഷമീർ, താങ്കൾ നേരത്തെ ശ്രീ രാജ്മോഹൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ ഒരു പക്ഷേ ഈ ED പറയുന്നത് തെറ്റാണെങ്കിൽ, EDയുടെ കണ്ടെത്തലുകൾ തെറ്റാണെങ്കിൽ അതിന് നിയമപരമായി ചലഞ്ച് ചെയ്യാം. അങ്ങനെ ചലഞ്ച് ചെയ്താൽ സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യം കോടതിയിൽ നിന്നുണ്ടാകാം. പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളെ നിരോധിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്തരം നിയമസാധ്യതകളെക്കുറിച്ചല്ലേ യഥാർത്ഥത്തിൽ SDPIയും ആലോചിക്കേണ്ടത്? അങ്ങനെയുള്ള ആലോചനയാണോ നടക്കുന്നത്? യെസ്, വെൽ, അതിൽ രാജ്മോഹൻ സാർ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം വളരെ ഇൻപാർഷ്യലായിട്ട് തന്നെയാണ് അദ്ദേഹം ആ വിഷയത്തെ പറഞ്ഞത്. ഒരു NIA ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ ഒരു വിഷയത്തെ കാണുന്നത്, അല്ല ഒരു പൊതുജനങ്ങളും നമ്മളെല്ലാവരും ഈ രാജ്യത്തെ മുഴുവൻ ഏജൻസികളെയും 100% വിശ്വസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ നേരത്തെ ഒരു ഡാറ്റ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞില്ല. 5400 കേസുകളിൽ 1% കേസുകൾ മാത്രം തെളിയിക്കുകയും 99% കേസുകൾ തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളുടെ അന്വേഷണ ഏജൻസികൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരിൽ അവിശ്വാസം ഉണ്ടാവില്ലേ? ഒന്ന്. ഇനി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, NIA പോലുള്ള ഏജൻസികൾ, ED പോലുള്ള ഏജൻസികൾ കൊടുക്കുന്ന തെളിവുകൾ, ആ തെളിവുകൾ നമ്മൾ വിശ്വസിക്കണം. ശരി, വിശ്വസിച്ചു. അത് കോടതിയിലെത്തുമ്പോൾ നമ്മൾ വിശ്വസിക്കണം. കോടതി അത് കൺസിഡർ ചെയ്യുന്നു. ശേഷം കോടതി പറയുന്നത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അപ്പൊ അത്രയും കാലം നമ്മൾ ഈ ED പറഞ്ഞതും NIA പറഞ്ഞതും ശരിയാണെന്ന് പറയുന്നതിലൂടെ നമ്മൾ സാധാരണക്കാരെ, ഒരു സിറ്റിസന്റെ, ഒരു പൗരന്റെ അവകാശങ്ങളല്ലേ ഹനിക്കപ്പെടുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥം നമ്മുടെ എല്ലാ ഏജൻസികളെ 100% വിശ്വസിക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവണം. അതിലൊരു തർക്കവും ഇല്ല. പക്ഷേ ഇപ്പൊ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ഫാക്ട്, ഒരു പ്രാക്ടിക്കൽ സൈഡ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിന് സൈഡ്. ഇനി ഒരു കാര്യമാണ്, എനിക്ക് അടുത്ത ഒരു സെഷൻ കിട്ടുമോന്നറിയില്ല. ഒരു കാര്യം ഞാൻ പറയും, ഇത് ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ ഒരു ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് BJPയുടെ. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, SDPI എന്ന സോഷ്യൽ ഡെമോക്രസി എന്ന ആശയം മുൻനിർത്തി രാജ്യത്ത് അംബേദ്കർ നിർത്തി വെച്ചെടുത്ത് നിന്ന് തുടങ്ങിയ സോഷ്യൽ ഡെമോക്രസി എന്ന ആശയവുമായി പ്രവർത്തിക്കുന്ന SDPI ഒരു കാരണവശാലും BJPയുടെ ആസ്ഥാനത്തോ നാഗ്പൂർ ആസ്ഥാനത്തോ പോയിട്ട് കോംപ്രമൈസിന്റെ ഒരു സ്റ്റെപ്പ് പോലും എടുക്കുമെന്ന് BJPയോ ഇന്ത്യൻ ഗവൺമെന്റ് കരുതണ്ട. ഒരുപക്ഷെ ഇന്ത്യയിലെ പല സംഘടനകളെയും, മുസ്ലിം സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും തങ്ങളുടെ വരുതി നിർത്താൻ വേണ്ടിയാണ് ED ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലരും വരുതിയിൽ വീണുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഡൽഹി ഇലക്ഷനിലൊക്കെ അത്തരത്തിൽ ചെറിയ സിംറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന അത്തരത്തിൽ ഒരുവിധ കോംപ്രമൈസും SDPI എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. മാത്രമല്ല ഒരു കാര്യം കൂടി, SDPIയെ ടാർഗറ്റ് ചെയ്തതിന്റെ പ്രധാന കാരണം ഇന്ത്യയിൽ മുഴുവൻ വഖഫ് അമെൻഡ്മെന്റ് ബില്ലിനെതിരെ പ്രതിഷേധം നടത്തിയതിൽ ബീഹാറിലും ആന്ധ്രാപ്രദേശിലും SDPI 10,000-കണക്കിന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു. ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ഭരണകക്ഷിയായ BJPക്ക് ഒറ്റക്ക് ഭരിക്കാൻ കഴിയില്ല. ആ ഒറ്റക്ക് ഭരിക്കാൻ കഴിയാത്ത BJPയെ സഹായിക്കുന്നത് JDUവിന്റെ ബീഹാറിലെ നിതീഷ് കുമാറും ആന്ധ്രയിലെ മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള ആന്ധ്രയിലെ പാർട്ടിയുമാണ്. അദ്ദേഹത്തിന് ക്ഷമിക്കണം, ഞാൻ പേര് പറഞ്ഞത്. എന്തായാലും ഈ 2 സംസ്ഥാനങ്ങളിൽ വലിയ പ്രക്ഷോഭം നടത്തുന്നതിലൂടെ BJP ഭയപ്പെട്ടു. കാരണം എന്താ, തങ്ങളുടെ പിന്തുണ എങ്ങാനും ഈ 2 പാർട്ടികൾക്കും, അവർക്ക് മുസ്ലിം ബേസ് ഉണ്ട്, വോട്ട് ബാങ്ക്, അവരെങ്ങാനും പിൻവലിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ BJP ഭരണം വീഴുന്ന അവസ്ഥയിൽ ഉണ്ടാവും എന്ന ഭയത്തിൽ നിന്ന്
കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ SDPIക്കെതിരെയുള്ള ഈ നീക്കം നടത്തിയത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഏതൊക്കെ മുസ്ലിം പാർട്ടികളും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളും BJP ആസ്ഥാനത്ത് കോംപ്രമൈസിന് വേണ്ടി പോയാലും SDP ഒരു കാരണവശാലും ഒരുവിധ കോംപ്രമൈസിന് പോകാൻ പോകുന്നില്ല. അത് MK ഫൈസി അല്ല, ആര് ജയിലിൽ കിടന്നാലും. MK ഫൈസി കിടന്നിട്ടുള്ള ഗാന്ധി കിടന്ന ജയിലിലാണ്, അതുപോലെ അബുൽ കലാം ആസാദ് കിടന്ന ജയിലിലാണ്, അതുപോലെ നമ്മുടെ പട്ടേൽ കിടന്ന ജയിലിലാണ്. ഇവരെല്ലാം 10-15 വർഷം ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് 5-10 വർഷം BJP ജയിലിട്ട് എന്ന് വെച്ച് SDPയുടെ ഒരു നേതാക്കന്മാർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭരണഘടന ഇന്ത്യൻ ഭരണഘടന എന്ന് നിലനിൽക്കുന്നു, അദ്ദേഹത്തിന് തുടങ്ങി വീണ്ടും ഇന്ത്യൻ ഭരണം എന്ന് നിലനിൽക്കുന്നു അന്ന് വരെ ഞങ്ങൾ ജനാധിപത്യ നിയമ പോരാട്ടങ്ങളുടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. റൈറ്റ്, അതാണ് SDPയുടെ നിലപാട്. ശ്രീ ജോമോൻ, വളരെ പെട്ടെന്ന് തിരികെ എത്താം മിഥുൻ വിജയകുമാറിലേക്കും ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജോമോൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിരോധനം എന്നതുകൊണ്ട് അതിനെ നേരിടാനുള്ള വഴികൾ ഉണ്ട് എന്നും അത് നേരിടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് SDPയുടെ പ്രതിനിധി പറഞ്ഞത്. നേരത്തെ പലപ്പോഴായി ചർച്ചകളിലൊക്കെ ഈ RSS എന്ന സംഘടന പോലും നിരോധിക്കപ്പെട്ട പശ്ചാത്തലമുണ്ടല്ലോ. 2-3 തവണയൊക്കെ RSSനെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നിരോധിച്ചു എന്നതുകൊണ്ടൊന്നും പിന്നോട്ട് പോകുന്ന ആശയധാരകൾ അല്ല ഇതൊന്നും. മാത്രവുമല്ല, ഈ RSSനോ BJPക്കോ ഒന്നും അടിയറവ് പറയാൻ പറ്റാത്ത ആശയധാരയിലൂടെ മുന്നോട്ട് പോകുന്നവരുണ്ട്. അവരുടെ കൂട്ടായ്മയാണ് SDPI എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് SDPI. അല്ല, SDPയുടെ നേതാവ് ഇവിടെ ഗാന്ധിജിയൊക്കെ ആണ് അദ്ദേഹത്തിന്റെ നേതാവുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. വാസ്തവത്തിൽ പൊട്ടിച്ചിരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് അതൊന്നും ഒരു ഗൗരവകരമായ വിഷയമല്ല. വെറുതെ ഉത്തരമില്ലാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല അഭിലാഷ്. ഇവിടെ അദ്ദേഹം EDക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ ആ വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 2004 മുതൽ അഭിലാഷ് നമ്മൾ ശ്രദ്ധിക്കണം, 2004 മുതൽ 2014 വരെ ഈ ED എന്ന് പറയുന്ന സംവിധാനം ഒരു കൂട്ടിലടച്ച തത്തയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഈ സംവിധാനം മാത്രമല്ല, ആ സംവിധാനത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. വെറും 112 കേസാണ് 10 വർഷം കൊണ്ട് ED ആകെ സെർച്ച് ചെയ്തതും. എന്നിട്ട് അത് പിടിച്ചെടുത്തത് 5550 കോടി രൂപയാണ് സീസ് ചെയ്തെടുത്തതും. ഞാൻ പറയാൻ കാരണം, പക്ഷേ 2014 മുതൽ 2022 വരെയുള്ള ഒരു കണക്ക് മാത്രം, മോദി ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ഒരു കണക്ക് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 1,00,000 കോടി രൂപ സീസ് ചെയ്തെടുത്തു. 1,00,000 കോടി രൂപയാണ് കേട്ടോ അഭിലാഷേ. മാത്രവുമല്ല, ഈ പറഞ്ഞ പോലെ 5000-ൽ പരം കേസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് ഈ 5000-ൽ പരം കേസുകളിൽ 40 കേസ് മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. അദ്ദേഹത്തിന് ഈ നിയമപരമായ കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ജ്ഞാനമില്ലാത്ത കൊണ്ടാണ്. വാസ്തവത്തിൽ ഇതെല്ലാം ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല കേസുകളും, പിന്നെ EDയുടെ കേസിനെ സംബന്ധിച്ച് പല കേസുകളും പണം കെട്ടിവെച്ച്, കേരളത്തിൽ തന്നെ ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ 1000 കോടി രൂപ അഴിമതി ED വിഷയത്തിൽ അല്ലെങ്കിൽ ഈ മണി വെളുപ്പിച്ചതിനെ സംബന്ധിച്ച് പൈസ കെട്ടി രക്ഷപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിലും ഇവർ ഈ പണം കെട്ടി രക്ഷപ്പെടാം എന്നുള്ള ഒരു ധാരണയിലേക്കാണ് ഇത് പറയുന്നത്. വാസ്തവത്തിൽ ഇപ്പൊ നിയമത്തിന്റെ മാർഗത്തിൽ പോയാൽ ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുമായിരിക്കും. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഇത് ഒരു മണി ലോണ്ടറിങ് മാത്രമായിട്ട് കാണരുത് എന്നാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. ഇതൊരു തീവ്രവാദ സംഘടന വേരിറക്കാൻ വേണ്ടി ഇപ്പോൾ ഈ PFIയുടെ ഒരു സ്ലീപ്പർ സെല്ലാണ് SDPI എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇവര് ഇറക്കിയ, ഇപ്പൊ നമുക്കറിയാം, ED ഇറക്കിയ പത്രക്കുറിപ്പ് അഭിലാഷ് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിലെ 2ാമത്തെ പാരഗ്രാഫ് തന്നെ ഇങ്ങനെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്: വി അപ്പോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ജിഹാദ്. ആ വാക്ക് ശ്രദ്ധിക്കണം, അണ്ടർലൈൻ ചെയ്യണം. ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഓഫ് ഡിഫൻസ്, ഫിസിക്കൽ, അജിറ്റേഷണൽ, ലീഗൽ ആൻഡ് ഐഡിയോളജിക്കൽ. നോക്കൂ, അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. അത് വെറുതെ ഒന്നും ED അങ്ങനെ എഴുതില്ല. അതിലൊരു വാക്ക് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം, ജിഹാദ്. അപ്പൊ എന്താണ്, ഇവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഇവിടെ മത തീവ്രവാദം ഇവിടെ സ്ഥിരപ്പെടുത്തണം, അവരുടെ ആശയങ്ങൾ അടിസ്ഥാന വർഗത്തിൽ ഇവരുടെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കണം, ഇവിടെ ഒരു തീവ്രവാദ വിഷയമുണ്ടാക്കണം, അല്ലെങ്കിൽ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കണം. ഈ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് അതിൽ ആ നമ്മൾ ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് അവരതിൽ പറയാണ്, വേണ്ടി വന്നാൽ അതിന് കായികമായും അല്ലെങ്കിൽ ഏത് ആക്രമണവും. അത് നമ്മുടെ സുപ്രീം കോടതി 2022 ഇവർക്കെതിരെ പറഞ്ഞ അതേ വാചകം തന്നെ EDയും പറയുന്നു. എന്തും
ഏതും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു കൂട്ടമായി ഇവർ മാറുന്നു. ഇപ്പൊ NDF പരിണമിച്ച് ഒരു കാലത്ത് സിമി പരിണമിച്ച് PFIയിലേക്ക് വന്ന് PFI നിരോധിച്ചപ്പോൾ ഇവർ വളരെ ബുദ്ധിപരമായ രാഷ്ട്രീയമാണല്ലോ. PFI 2006 കൊണ്ടുവന്നിട്ട് 2009 ഈ PFI ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ചില തീവ്രവാദ ശക്തികളിൽ നിന്ന് ബുദ്ധി സ്വരൂപിച്ച് ഇവരെന്ത് ചെയ്തു? ഇവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. സ്വാഭാവികമായും ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് PFI നിരോധിച്ചപ്പോൾ SDP നിരോധിക്കാതെ ഇരുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി BJP ഒക്കെ അന്ന് കേട്ടതാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല, അത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് ചില ഫോർമാറ്റുകളുണ്ട്. പിന്നെ ഒരു കാര്യം ഇദ്ദേഹം പറയുന്നത്, ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, 2022 മുതൽ ഇവരുടെ വിചാരം PFIയെ നിരോധിച്ചപ്പോൾ ED അല്ലെങ്കിൽ NIA പോലുള്ള സംഘടനകൾ ഒക്കെ ഇനി ഇവരെന്താ വെച്ചാൽ ആയിക്കോട്ടെ, ഇവരെങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോയിക്കോട്ടെ എന്നാണോ ചിന്തിച്ചത്, എന്നാണോ ഇവർ കരുതുന്നത്? ഇവരുടെ പുറകിൽ ED ഉണ്ട്, ഇവരുടെ പുറകിൽ NIA ഉണ്ട്, ഇവരുടെ പുറകിൽ ഇവിടുത്തെ മോഡി സർക്കാരുണ്ട്. ഇവരെ മനസ്സിൽ ചിന്തിക്കുന്ന മാനത്ത് കാണുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ട്. ഇവരെന്താ കരുതുന്നത്? അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവര് ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളൊരു കാര്യം പറയാം, ഇത് വീണ്ടും സംഭവിക്കാൻ പോകുന്നൊരു യാഥാർത്ഥ്യം പറയാം. ഇവർ നാളുകളിൽ ഇവരെ നിരോധിച്ചാലും ഈ തീവ്രവാദ മനസ്സ് ഇവരിൽ നിന്ന് മാറാത്തിടത്തോളം ഇവർ മറ്റുള്ള സംഘടനകളുമായിട്ടൊക്കെ വരും. അത് ഞങ്ങൾക്കറിയാം. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഈ മോഡി സർക്കാരിന് അറിയാം. പക്ഷേ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പ്രസ്താവനകൾ അവർ പറയുമ്പോൾ അതിനെ നമ്മൾ കണക്ക് വെച്ച് തന്നെ നമ്മൾ നേരിടണം. 112 കേസ് മാത്രം പരിശോധിച്ച ED 10 വർഷം കൊണ്ട്, അതേ ED പിന്നത്തെ 10 വർഷം കൊണ്ട് 5000-ൽ പരം കേസുകൾ പരിശോധിക്കുന്നു. സർക്കാരിന്റെ ഖജനാവിലേക്ക് 1 ലക്ഷത്തിലധികം കോടി രൂപ സീസ് ചെയ്തെടുക്കുന്നു. അപ്പൊ EDയെ കൊണ്ട് എങ്ങനെ ഒരു EDയെ ഉപയോഗിക്കണം എന്നുകൂടെ അറിയാവുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇത് എന്നുകൂടെ നിങ്ങൾ ചിന്തിച്ചോ? ശ്രീ മിഥുൻ, താങ്കൾ നേരത്തെ മുഹമ്മദ് പറഞ്ഞ ചില ആക്ഷേപങ്ങൾ, താങ്കളടക്കം നിരത്തിയ ഡേറ്റകളെ വെച്ചുകൊണ്ട് അദ്ദേഹം ചില മറുപടികൾ പറഞ്ഞിരുന്നു. അതിന് താങ്കൾക്ക് എന്താണുള്ളത് മറുപടി? അഭിലാഷ്, നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇവിടുത്തെ SDPI പ്രതിനിധി, തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്ന SDPI പ്രതിനിധി ഈ ചർച്ചയെ അതിൽ നിന്നൊക്കെ വഴിതെറ്റിച്ച് വെറും ഒരു മണി ലോണ്ടറിംഗ് ആണ് ഇഷ്യൂ എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഞാനിവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ISF, IFF എന്ന് പറഞ്ഞ 2 സംഘടനകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫണ്ട് സ്വരൂപിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതിനൊന്നും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മറുപടിയില്ല. അങ്ങനെ ഒരു ഫണ്ട് സ്വരൂപിച്ചോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇല്ല എന്ന് പറയില്ല. ISFന്റെ പ്രസിഡന്റായി അദ്ദേഹം പറയുന്നത് അത് PFIയുമായി ബന്ധമില്ല എന്നുള്ളത് അദ്ദേഹം പറയുമ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതിൽ ഇടപെട്ട് ചോദിക്കാൻ പറ്റാതെ പോകുന്നത്. അല്ല, രണ്ടിനും അല്ല, ഈ ബന്ധങ്ങൾ, ഈ ഒരു നെറ്റ്വർക്ക് വളരെ ക്ലിയർ ആയിട്ട് ED ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു. ED അത് മനസ്സിലാക്കി ആ നെറ്റ്വർക്കിൽ പ്രവർത്തിച്ച ആരൊക്കെ പ്രവർത്തിച്ചു, എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു, എവിടെ നിന്നൊക്കെ ഫണ്ട് വന്നു, ഏതൊക്കെ ഹവാല ചാനൽ വഴിയാണ് ഫണ്ട് വന്നത്, എവിടെ കളക്ട് ചെയ്തു, ഇവിടെ എങ്ങനെ എത്തുന്നു എന്നതൊക്കെ EDക്ക് കൃത്യമായ ധാരണയുണ്ട്. അതിന്റെ പുറത്താണല്ലോ കേസ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വഴിതെറ്റിച്ചുകൊണ്ട് ഇതൊരു മണി ലോണ്ടറിംഗ് കേസാണ്, 3 വർഷം മുമ്പ് നടന്ന പ്രശ്നം എന്തുകൊണ്ടാണ് 3 വർഷത്തിന് ശേഷം ഇവർക്ക് ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമുക്ക് ഇതൊരു കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് വഴിയാണ് ഈ ഫണ്ട് ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പൊ അത് 2 ആഴ്ച കൊണ്ട് അന്വേഷിച്ച് എന്താ പറയുക, അതിന്റെ എവിഡൻസ് ഒക്കെ EDക്ക് പുറത്തു വിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് ഗൾഫ് രാജ്യങ്ങളിലാണ് ഈ ഫണ്ട് സ്വരൂപിച്ചതും ഇങ്ങോട്ട് എത്തിച്ചതും, ഹവാല നെറ്റ്വർക്ക് വഴി എത്തിച്ചത്. അപ്പം അവിടുത്തെ ജൂറിസ്ഡിക്ഷണൽ ലിമിറ്റേഷൻസിനെ മറികടന്നുകൊണ്ട് അവിടെ എത്തി അന്വേഷിച്ച് ഈ കാര്യങ്ങളെ കണ്ടെത്താനുള്ള ടൈമാണ് 3 വർഷം. അപ്പൊ അത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി ഒക്കെ ചോദ്യം ചെയ്യാൻ മാത്രം ഇവിടുത്തെ ഒരു SDPI നേതാവായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്ലാരിറ്റി വരണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഓൺഗോയിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സംഘടനയെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ആ ദിവസം വരെയുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ മാത്രമല്ല, അത് കഴിഞ്ഞ് തുടർച്ചയായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പലപ്പോഴും മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഒരു പക്ഷേ കേന്ദ്രം ഈ പറഞ്ഞ പോലെ PFIയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും ബാൻ ചെയ്തിട്ടും SDPI അവിടെ ആക്റ്റീവായി വെച്ചത്. കാരണം അവർക്ക് പല കാര്യങ്ങളും പിന്നെയും മോണിറ്റർ ചെയ്യാനും PFI എന്നുള്ള SDPIയിലേക്കുള്ള ഒഴുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും, അത് മാൻ പവർ ആണെങ്കിലും അല്ലെങ്കിൽ ഫണ്ട് ആണെങ്കിലും അത് രണ്ടും ഒബ്സർവ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനുള്ള സമയമായിരുന്നത് അവർക്ക്. പിന്നെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, വെറും 5400 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ വെറും 1% കേസുകളാണ് തെളിഞ്ഞെന്നുള്ളത്. ഇവിടെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ED രജിസ്റ്റർ ചെയ്യുന്ന കേസുകളെല്ലാം തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ഇങ്ങനെയുള്ള ചില കേസുകളിൽ മാത്രമേ ഈ തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ. എല്ലാത്തിനെയും തീവ്രവാദ ബന്ധമുള്ള കേസുകളാക്കി കണക്കിലെടുക്കരുത്. അല്ലെങ്കിൽ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഒരു എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ഹവാല റൂട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള അല്ല. അതിൽ പലപ്പോഴും പെനാൽറ്റി, ഫൈന് അല്ലെങ്കിൽ ടാക്സ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ആ കേസ് അവിടെ ഇല്ലാതാകും. അപ്പൊ അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും അതിൽ പല കേസസും എന്താ പറയുക, അതിൽ കൺവിക്ഷൻ വരാത്തത്. അപ്പൊ കൺവിക്ഷൻ റേറ്റ് ആണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്.
ഇഡിയുടെ കൺവിക്ഷൻ റേറ്റ് കുറവാണ്. കാരണം അതിൽ പലപ്പോഴും പെനാൽറ്റി അല്ലെങ്കിൽ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ കേസിന് പുറത്തു വരാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്, തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ മറ്റ് റൂട്ട് വഴി എക്സ്ട്രീമിസം വളർത്താൻ വേണ്ടി വരുന്ന, അവിടെയാണ് പ്രശ്നം. അപ്പൊ ഇതൊരു ഫിനാൻഷ്യൽ ഫ്രോഡ് വിഷയമല്ല, ഇത് രാജ്യസുരക്ഷയെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിലേക്ക് ഉള്ള ഫണ്ട് മെക്കാനിസം അതാണ് ഇവിടെ അന്വേഷിക്കപ്പെടുന്നത്. അപ്പം അന്യരാജ്യങ്ങളിൽ നിന്നും എന്താ പറയാ നിരന്തരമായി ഫണ്ട് സ്വരൂപിക്കുകയും അത് ഇന്ത്യയിലേക്ക് എത്തിക്കുകയും അതിനെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇവിടെ കൈവെട്ടൽ, കൊലപാതകം, അതിനപ്പുറത്തേക്ക് SDPI PFI പ്രവർത്തകര് ഇവിടെ അദ്ദേഹം ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ്, വന്ദേമാതരം പാടിയതിന് ഇൻഡിപെൻഡൻസ് ഡേ പരിപാടി അലങ്കോലപ്പെടുത്തിയ ആളുകളാണ് ഇവര്. പിന്നെ PFI ബാൻ ചെയ്ത് SDPIനെ അവര് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് നിലനിർത്തിയത് തന്നെ PFI പ്രവർത്തകരുടെ ഇതിലേക്കുള്ള മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇവിടുത്തെ ഫണ്ട് ട്രാൻസാക്ഷനിലേക്ക് ഈ ഒരു ചർച്ചയെ നമ്മൾ ചുരുക്കരുത്. ഇത് ബേസിക്കലി നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമാണ്. അവിടെ PFIക്ക് SDPIക്ക് ബന്ധമുണ്ടോ? അങ്ങനെ SDPIക്ക് ബന്ധമുണ്ടെങ്കിൽ SDPI തീർച്ചയായിട്ടും ബാൻ ചെയ്യപ്പെടേണ്ട ഒരു സംഘടനയാണ്. അത് കോടതിയിൽ വരും ദിവസങ്ങളിൽ നമുക്ക് തെളിയിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ സക്കറിയ ജോർജ്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഇതേ വിഷയം തന്നെ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ്. ഒരു പക്ഷേ ഇതിന് ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ SDPI നടത്തുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ PFIയുടെ മുഖമെന്ന EDയുടെ കണ്ടെത്തൽ ഗൗരവതരമെങ്കിൽ അത് ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടത് കൊണ്ട് തന്നെയാണ് ഇതേ വിഷയം ഞങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് SDPIയെ പൂർണ്ണമായും ആ ലേബൽ മുദ്ര കുത്തിക്കൊണ്ടല്ല ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതും വളരെ കൃത്യമായി തന്നെ പറയട്ടെ. പക്ഷേ EDയുടെ കണ്ടെത്തൽ, ഇവിടെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ED സാധാരണ നിലയിൽ സാമ്പത്തികവും വിഷയങ്ങളിൽ നടത്തുന്ന അന്വേഷണമാണ്. പക്ഷേ അതിൽ തന്നെ ആ സാമ്പത്തികം എന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ആശയങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു, ഉപയോഗിക്കുന്നുവെങ്കിൽ അതങ്ങേയറ്റം ഗുരുതരമാകുന്നൊരു സാഹചര്യമുണ്ട്. EDയുടെ ഈ കണ്ടെത്തലുകൾ എത്രത്തോളം ഗൗരവതരമായിട്ടാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? നമുക്ക് സത്യസന്ധമായി പറഞ്ഞാല് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ കുറെയൊക്കെ ഭരിക്കുന്നവർക്ക് പാർഷ്യലായിട്ട് അവരുടെ ഡിക്റ്റേറ്റ്സ്, ഇപ്പം തന്നെ ചർച്ചയിൽ ഒരാൾ പറഞ്ഞു ED എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാമെന്ന്. അതൊക്കെ പറയാൻ ഒരാളുടെ നാവ് പൊങ്ങാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു ഏജൻസി ഉപയോഗിക്കാൻ പാടില്ല. ഇന്ത്യയിലെ എല്ലാ ഏജൻസീസും അല്ല സാർ, തെറ്റിദ്ധരിക്കരുത്. ഇല്ല സാറേ, ഞാൻ ഇടപെടും പ്ലീസ് സാറേ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് വെറും 110 വർഷത്തിനിടയിൽ 112 ഇടപെടുന്നത് തെറ്റാണ്. അത് എന്താണ് ഇത്ര അസ്വസ്ഥത? ശ്രീ സക്കറിയ ജോർജ് വളരെ പെട്ടെന്ന് പറയൂ. ഓക്കെ, ഞാനിത് പറയാൻ കാര്യം, ഞാൻ പറഞ്ഞത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു നിർത്തട്ടെ. മാത്രം ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ല. താങ്കൾക്ക് സ്പെഷ്യൽ പ്രിവിലേജ് ഇല്ല ചർച്ചയില്. കേൾക്കണം പേഷ്യന്റ് ആയിട്ട്. പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസില് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 22 സെപ്റ്റംബർ 1996 ഫയൽ ചെയ്ത കേസിൽ 2006 വിധി പറഞ്ഞു, ദ കമ്മിറ്റ്മെന്റ്, ഡിവോഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദ പോലീസ് ഷാൽ ബി ഓൺലി ടു ദ റൂൾ ഓഫ് ലോ. പോലീസ് എന്ന് പറയുമ്പോൾ അതൊരു ജനറൽ ടേമാണ്, എല്ലാ ലോ എൻഫോഴ്സേഴ്സും ചെയ്യേണ്ടതാണ്. അവരിവിടുത്തെ അക്കൗണ്ടബിൾ ആകുന്നത് സർക്കാരിനോടല്ല, ഇവിടുത്തെ നിയമവ്യവസ്ഥയോടാണ്, റൂൾ ഓഫ് ലോയോടാണ് അക്കൗണ്ടബിൾ ആകുന്നത്. അപ്പം ആർക്കും ആര് ഭരിച്ചോട്ടെ, ഇപ്പൊ UPA ഭരിച്ചാലും പിന്നെ NDA ഭരിച്ചാലും ഇനി വേറെ പുതിയൊരു കോമ്പിനേഷൻ ഭരിച്ചാലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാജ്യത്തിന് പുരോഗതി വേണം, ഈ രാജ്യത്ത് സമാധാനം വേണം, അവർക്ക് ഐശ്വര്യം വേണം, അതായത് അവർക്ക് പ്രോഗ്രസ്, ഗ്രോത്ത് വേണം. നമ്മളെ ശ്രീനാരായണ ഗുരുവിന്റെ നല്ലൊരു വാക്കുണ്ട്, പറഞ്ഞല്ലോ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ പോലെ ഭരണം ആരുടെ ആയാലും ഇവിടെ ജനത്തിന് സ്വൈര്യ ജീവിതം കിട്ടിയാൽ മതി. ആര് ഭരിക്കുന്നു ആ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് ഇതിനൊക്കെ സ്പെഷ്യാലിറ്റി. ഒരു കോമൺ മാന്, സാധാരണക്കാരൻ ചിന്തിക്കുമ്പോൾ അവർക്ക് ഇത് ആരുടെ ഭരണമോ കൊടിയോ ഒന്നും അല്ല കാര്യം. അവർക്ക് ഉയർന്നു നിൽക്കേണ്ടത് ഇന്ത്യയുടെ കൊടിയാണ്. ഇന്ത്യയുടെ നാഷണൽ ഇന്റഗ്രിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഏജൻസി ചെയ്യണം. അല്ലാതെ പക്ഷപാതം ചെയ്താൽ നമ്മുടെ രാജ്യത്ത് അസ്വസ്ഥത കൂടത്തേ ഉള്ളൂ. നമുക്ക് ഇന്റലിജൻസ് ഏജൻസി ഉണ്ട്. ഈ ഗവൺമെന്റുകൾ എന്ത് ചെയ്യുന്നു? 2004 നവംബർ 18 FIU വന്നത്, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്. അവർക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. ഞാൻ CBIയുടെ കറപ്ഷൻ ഫ്യൂച്ചർ ഗവർണൻസ് കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടുന്ന് വന്ന് ക്ലാസ് എടുത്തിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ അധികാരമുണ്ടെന്ന്. അതിന്റെ ഡയറക്ടർ ഒരു IAS-കാരനാണ്. അത് നേരെ നിർമ്മല സീതാരാമൻ മാം, അതായത് ഫിനാൻസ് മിനിസ്റ്ററുടെ ഡയറക്ട് കീഴിലാണ്. ഇതിന് കീഴിൽ ഒരു എക്കണോമിക് ഇന്റലിജൻസ് കൗൺസിലുണ്ട്. അവർ ഇതൊക്കെ നോക്കണം. ഇപ്പോഴത്തെ പഴയ കാലത്തെ പോലല്ല.
ഇവിടെ എല്ലാ പണവും ബാങ്കിൽ കൂടാണ് വരുന്നത്. ഓഫ് കോഴ്സ് ഹവാല വരുന്നുണ്ട്. ഇത് പിടിക്കാനാണ് ഇവിടുത്തെ ഏജൻസി ഇരിക്കുന്നത്. അവരെന്ത് ഉറങ്ങുവാണോ? എയർപോർട്ടുകളിൽ നോക്കണം, സീ പോർട്ടുകളിൽ നോക്കണം, ഇന്റർനാഷണൽ റോഡ് പിന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നോക്കണം, ബാങ്കിലെ ട്രാൻസാക്ഷൻ നോക്കണം. ഇതിനാണ് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവരിയ്ക്കുന്നത്. ഇവർ ഇത് നോക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്നു, എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരാണ് റെസ്പോൺസിബിൾ ആകുന്നത്. മിനിസ്റ്റേഴ്സും റെസ്പോൺസിബിൾ ആണ്. അവർ നമ്മുടെ നികുതി പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവർ ഇന്നിട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ പ്രശ്നം എന്നല്ല പറയേണ്ടത്. 1887 ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ടായത്. അത് ഇന്ത്യ മൊത്തം നെറ്റ്വർക്ക് ഉണ്ട്. IB പറയുന്നത് കേൾക്കണ്ടേ? നല്ല രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ ഇന്റലിജൻസ് ബ്യൂറോ പറയുന്നത് അവിടുത്തെ രാജ്യങ്ങൾ കേൾക്കും, ഭരണാധികാരികൾ കേൾക്കും. എന്നിട്ടാണ് ഭരണത്തിനെ ക്രമപ്പെടുത്തുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ഇത് വന്നു, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഏതിനും അവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാം. എന്നാൽ ഇപ്പോഴാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ വരുമ്പോഴേ മുളയിലേ നുള്ളണം. നല്ലൊരു സേയിങ് ഉണ്ട്, ആക്ഷൻ വിത്തൗട്ട് ഡിലേ ഈസ് ദ സോൾ ഓഫ് എഫിഷ്യൻസി. മുളയിലെ നിന്നണം, ആന്റിസിപ്പേറ്റ് ചെയ്യണം. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതെല്ലാം നശിപ്പിച്ച് ഇവിടെ വർഗീയതയും സ്പാർദ്ധയും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ED പിന്നെ CBI NIA ഇവരെയൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് കാര്യം? ഈ ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒരു മോശപ്പെട്ട സോഴ്സിലോട്ട് പോകാതെ അത് പ്രിവെന്റ് ചെയ്തിട്ട് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാമായിരുന്നു. ഇവിടുത്തെ ഹൈക്കോർട്ടിലെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുണ്ട്. അതായത് നാഷണൽ സെക്യൂരിറ്റിയും എക്കണോമിക് സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന UAPA ഇടാം. UAPA ഇട്ട് കേസെടുക്കണം. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ വേണം, ആരായാലും എക്സ് ഓർ വൈ. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ജാതിയില്ല, പാർട്ടിയില്ല, ജാതിയില്ല. ശരി, താങ്കൾ പറഞ്ഞ വസ്തുത അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഒരു കാലഘട്ടത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അത് അങ്ങനെയാണ് എന്നതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ ശ്രീ മുഹമ്മദ് ഷമീർ ചർച്ച അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് താങ്കൾ കൈ ഉയർത്തിയത് കൊണ്ട് മാത്രമാണ്. സമയക്കുറവുണ്ട്. വളരെ പെട്ടെന്ന് 1 മിനിറ്റ്. ഇതിലെ ഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരി വരുന്നു എന്ന് പറഞ്ഞു. ഇന്ത്യയില് RSS ഒഴിച്ചുള്ള ബാക്കി എല്ലാ ആളുകളും ഗാന്ധിയെ നേതൃത്വത്തിൽ കാണുന്ന ആളുകളാ. ഗാന്ധിയെ കാണുന്ന ആളുകൾ ഗാന്ധി പോയ വഴിയിലൂടെ സഞ്ചരിക്കാൻ നോക്കും. പക്ഷേ അങ്ങനെ താങ്കൾ പൂർണ്ണമായി അവകാശപ്പെടരുത്. ഞാൻ തടയുന്നില്ല. പക്ഷേ എവിടെയാണ് ഗാന്ധിജി ആലപ്പുഴയിലേതുപോലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ താങ്കളും കേട്ടതല്ലേ സുഹൃത്തേ? ഗാന്ധിജിയുടെ പാത അതായിരുന്നോ? ഗാന്ധിജിയുടെ പാത തൊടുപുഴയിലെ അധ്യാപകരുണ്ടായതോ ആലപ്പുഴയിലെ കുന്തിരിക്ക മുദ്രാവാക്യങ്ങളുള്ള പാതയൊന്നുമല്ല. ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ പറയട്ടെ അഭിലാഷ്, ബ്രിട്ടീഷുകാർ ആ ഗാന്ധിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ എന്തൊക്കെ ഒന്ന് പഠിച്ചു നോക്കൂ. അതും നാഷണൽ സെക്യൂരിറ്റിയും രാജ്യദ്രോഹവും ജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഒന്നും ഒരു കാര്യം ഇടപെടല്ലേ? ഞാൻ താങ്കളിലേക്ക് വരാം. 1 മിനിറ്റാണ് അനുവദിച്ചത്. അതുകൊണ്ടാണ് ജോമോൻ കാത്തിരിക്കുന്നു. SDP-യുടെ പുറകെ ED ഉണ്ടെന്ന് പറഞ്ഞു. SDP-യുടെ പുറകെ ED ഉണ്ട്. ഞാൻ താങ്കൾ ഇടപെടണം, ഞാൻ അവസാനിപ്പിക്കാം. SDP-യുടെ പുറകെ ED ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ള SDP-യുടെ പുറകെ ED ഉണ്ടെങ്കിൽ BJP-യുടെ പുറകെ പൊളിറ്റിക്കലായിട്ട് എന്നും SDP ഉണ്ടാവും. ഇന്ത്യയിൽ ഒരു മോചനം സംഘപരിവാർ ഫാസിസത്തിൽ ഉണ്ടാവുന്നത് വരെ SDP-യുടെ മുന്നിൽ തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് ജോമോനോട് പറയാനുള്ളത്. താങ്ക് യു. ശ്രീ ജോമോൻ, വളരെ പെട്ടെന്ന്. ഞാനേ അഭിലാഷ്, ഇതെല്ലാം നമ്മള് ഇവിടെ വിഷയത്തിന്റെ ഗൗരവം അറിയാതെ ഈ വിഷയത്തെ ന്യായീകരിക്കുന്ന സക്കറിയ ജോർജ് സാറിനെ പോലുള്ള ആളുകളെ ഓർക്കുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞ വിഷയത്തെ അദ്ദേഹം പെട്ടെന്ന് വ്യതിചലിപ്പിച്ചിട്ട് അദ്ദേഹം അതിനെ ഉപയോഗിക്കണമെന്ന് അല്ല നിങ്ങൾക്ക് അല്ലല്ല ഇവിടെ ഗൗരവം അറിയാതെ സാറിനെ പോലുള്ള ആളുകൾ വിഷയത്തിന്റെ ഗൗരവം അറിയാതെ ഇവിടെ ചില ഏജൻസികൾ പ്രവർത്തിക്കേണ്ടതിന് ആവശ്യകതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് ഏത് സർക്കാരിന്റെ കാലഘട്ടത്തിലാണെങ്കിലും എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അല്ലല്ല അദ്ദേഹം ഈ ഒരു അതിന് ഞങ്ങളെന്താ പറഞ്ഞ 1,00,000-ലധികം രൂപ ഇവിടെ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഇത്തരം കാര്യങ്ങൾ തെറ്റ് ചെയ്യുന്ന ആളുകളെ പിടിക്കുകയും 1,00,000 ഇന്ത്യയുടെ ഖജനാവിലേക്ക് 1,00,000-ലധികം കോടി രൂപ ഇന്ത്യയുടെ ഖജനാവിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു സംഘടന ഒരു
റൈറ്റ്, ഒരു ഭരണ അല്ല, കാലഘട്ടമാണ് താങ്കൾ ഉന്നയിച്ചത്. ശ്രീ പ്രശ്നം മിഥുൻ, എന്താണെന്നറിയാമോ? മിഥുൻ പ്രശ്നം താങ്കളും വേറെ ഏത് അവസാനമായി ചർച്ചയിലും ഇത് എന്തോ അദ്ദേഹത്തിന് സൂചിപ്പിക്കാനുണ്ട് ഉന്നയിക്കാം. എന്നത് പറഞ്ഞതുകൊണ്ട് അല്ല, മാത്രമാണ്. റൈറ്റ്, വളരെ പെട്ടെന്ന്. അഭിലാഷ്, ഇവിടെ എനിക്ക് ഏറ്റവും വലിയ ചിരി വരുന്നത് ഇവിടെ SDPIയുടെ സുഹൃത്ത് മഹാത്മാഗാന്ധിയൊക്കെ ആയിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. MK ഗാന്ധിയിലും MK പൈസയിലും ആകെ കോമൺ ആയിട്ടുള്ളത് MK മാത്രമാണ്. മറ്റ് ഐഡിയോളജിക്കൽ സാമ്യതകളൊന്നും തന്നെ ഇല്ല. കാരണം കൈവെട്ടുകയും അല്ലെങ്കിൽ കൊലപാതകവും എക്സ്ട്രീമിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മഹാത്മാഗാന്ധിയെ കോട്ട് ചെയ്തുകൊണ്ട് പറയാന്ന് പറഞ്ഞാൽ അതിലും വലിയ ശാഖയിൽ തമാശ നിന്ന് പഠിച്ചുകൊണ്ടാണ് മിഥുനത് ഇവിടെ മനസ്സിലാവാത്തത്. അല്ലല്ല, എങ്ങനെ കേട്ടില്ല? അല്ല, അദ്ദേഹം മഹാത്മാഗാന്ധി ജയിലിൽ കിടന്നു എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് ശാഖയിൽ നിന്ന് താങ്കൾക്ക് ക്ലാസ് കിട്ടുമെന്നാണ് മനസ്സിലാവുന്നത്. ജയിലിൽ കിടക്കുന്നതും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് തന്നെ ഇതിലും വലിയൊരു ശരി. തമാശ വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല. റൈറ്റ്. അദ്ദേഹം കുറച്ചുകൂടെ ഇന്ത്യൻ രാഷ്ട്രീയം മനസ്സിലാക്കണം. ഇവിടെ SDPI PFI പോലുള്ള തീവ്രവാദ അരവിന്ദ് സംഘടനകൾ കെജ്രിവാൾ കിടന്നില്ലേ? ഇവർക്ക് കൊലപിടിക്കുന്ന രീതിയിൽ സക്ര ജോർജ് സാറിനെ പോലുള്ള ആളുകൾ ഇടപെടുന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. എന്തായാലും നമുക്ക് അനുവദിച്ച സമയം പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ വിഷയം പ്രധാനമായും കേന്ദ്രീകരിച്ചത് ഈ ഫണ്ട് വരവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, SDPIയുമായി ബന്ധപ്പെട്ട വിഷയം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് ഇത്തരം റെയ്ഡിന്റെ അടിസ്ഥാനത്തിലാണ്. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അതിനിപ്പോൾ SDPI അല്ല, മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ രേഖകളോ തെളിവുകളോ ലഭിച്ചാൽ അത് ഇനിയും ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. അത് രാഷ്ട്രീയ മുഖം നോക്കാതെ തന്നെയായിരിക്കും ന്യൂസ് 18 അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നത് തന്നെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.